ചേച്ചി അപ്പു വേണ്ടായിരുന്നു, അയാൾ ആദ്യം മാരേജ് ചെയ്തതല്ലേ, ചേച്ചിക്ക് വേറെ ചെറുക്കനെ കിട്ടുമായിരുന്നു. നിർത്തിയങ്ങ് അവമാനിക്കുവാണെന്ന്. നിങ്ങൾക്ക് എങ്ങനെ അറിയാം എനിക്ക് എങ്ങനെയുള്ള ഒരാളാണ് ലൈഫിൽ വേണ്ടതെന്നുള്ളത്? ഇപ്പം ഞാൻ അപ്പുവിൽ ഞാൻ ഏറ്റവും കാണുന്ന ക്വാളിറ്റി എന്താണെന്ന് വെച്ചാല് അപ്പു ഭയങ്കര ജെനുവിൻ ആയിട്ടുള്ള ഒരാളാണ്. ഞങ്ങൾ പോകാതെ സുനാമി നമ്മൾ പിടിച്ചിരിക്കുന്നില്ലേ. അപ്പം ഞാനത് ഇപ്പം കല്യാണം കഴിഞ്ഞ അപ്പുവിന്റെ വൈഫ് ആയതുകൊണ്ട് അങ്ങനെയല്ല, നല്ല അഹങ്കാരം. അപ്പൊ ഭയങ്കര ജെനുവിൻ ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഒരിക്കലും ഒരാളെ ചീറ്റ് ചെയ്യില്ല, കൂടെ നിന്ന് പറ്റിക്കണ സ്വഭാവം ഇല്ല. ആ ഒരു ക്യാരക്ടർ, അപ്പുവിന്റെ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അഡ്മയർ ചെയ്യണ ഒരു ക്യാരക്ടറാണ്. കേട്ട് ഞാൻ മടുത്തു. എനിക്ക് കേട്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്തായാലും ഞാൻ അങ്ങനെ പറഞ്ഞില്ല. ഒരാള് പൊക്കി പറയണേ കിടക്കട്ടെ, എന്നെ കൊണ്ട് ഇതൊക്കെയല്ലേ പറ്റുള്ളൂ. വൈ ഹർ, എന്തുകൊണ്ട് എന്നെ ചൂസ് ചെയ്തു? നല്ല സുഖമല്ലേ ഏസിക്കാതിരിക്കാൻ? എന്നെ കൊണ്ട് ഒറ്റയ്ക്കൊന്നും പറ്റില്ല, ഇറങ്ങി തള്ളു. ആഗ്രഹിച്ചതുപോലത്തെ ഒരു കുട്ടി തന്നെയാണ്. അത് ഞാൻ എപ്പോഴും പറയാണ്. അതിലെനിക്ക് എപ്പോഴും സന്തോഷമുള്ളൂ. നീ ഒന്ന് ശരിക്ക് തള്ളേ. ഞാൻ ശരിക്കും തള്ളുന്നുണ്ടോ? ഞാൻ റെസ്പെക്ട് ചെയ്യണ ഒരു വുമണാണ്. നിന്നോട് ഒന്നേ പറയാനുള്ളൂ, കുറച്ചൊന്ന് കുറയ്ക്കൂ. നീയാണോ ലോകത്ത് ഫസ്റ്റ് ചെയ്യുന്നത്? കല്യാണം കഴിക്കുന്നുണ്ടെന്ന് കരുതി ഓവർ ക്യൂട്ട്നെസ്സും വാരി വിതറിയാണ്. ബോറിംഗ് ആണ് നീയും നിന്റെ അവനും. അതൊരു സത്യം മാത്രം. എന്നെ വേണേ രണ്ടടി അടിച്ചോ, പക്ഷെ ഞാൻ ഉള്ളത് പറയും. ക്യൂട്ട്നെസ് വിതറി, മറ്റേ വിഷം വിതറിയാണ് ക്യൂട്ട്നെസ്. എനിക്കറിയാം ഞാൻ ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. ഒരു ടൈമിൽ ഞാൻ ഹൈപ്പർ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര വെഗിളിയാണ്. അതായത് ഇതിന് വട്ടുണ്ടോ? വെകിളി പിടിച്ച പിള്ളേര് ചക്കക്കൂട്ടാൻ കണ്ട പോലെ എന്ന് പറയണ പോലെ ഞാൻ ഇങ്ങനെയാണ്. ഞാൻ 100% ഞാൻ യോജിക്കുന്നു. സംസാരിക്കണേന്ന്. ലാലേട്ടൻ തോള് ചരിക്കുന്നത് ലാലേട്ടൻ മനഃപൂർവ്വമാണോ? ഇന്നത്തെ എന്റെ മാൻഡ്രോസ് ആണെന്ന് എനിക്ക് മാറ്റാൻ പറ്റൂല. അതായത് ഞാൻ ഇങ്ങനെയാണ്. ഞാനെന്ന് പറഞ്ഞ വേൾഡിൽ ഇതുപോലെ ഒന്നേ ഉള്ളൂ. ഇവളെ ഉണ്ടാക്കിയ ശേഷം പടച്ചോനെ അച്ചങ്ങ് ഉടച്ചു കളഞ്ഞു.